പലപ്പോഴും വിശ്വാസ ജീവിതത്തിൻ്റെ മുഖത്ത് എന്നെ വളരെയധികം വ്യക്തിപരമായി ചിന്തിപ്പിക്കുന്നതായ ഒരു അനുഭവകഥയുണ്ട്. എൻ്റെ അനുഭവമല്ല. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റ്, അദ്ദേഹം അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്നതായ കാലത്ത് ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിന് അടുത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ താൻ വിശ്വാസി അംഗമല്ല ഈ റൂസ്വെൽറ്റ്. എന്നാൽ ഒരു ദിവസം പ്രസിഡന്റ് റൂസ്വെൽറ്റിന് ഒരു ചിന്തയുണ്ടായി. തീർച്ചയായിട്ടും ആ ചെറിയ പള്ളിയിൽ എൻ്റെ വീടിനോടടുത്ത്, എൻ്റെ കൊട്ടാരത്തിനോട് അടുത്തുള്ളതായ പള്ളിയാണല്ലോ, ഒരിക്കലെങ്കിലും അവിടെ ഒരു ആരാധനയ്ക്ക് പങ്കെടുക്കണം. അങ്ങനെ തൻ്റെ ഭൃത്യന്മാരെ ആ പള്ളിയുടെ വികാരിയുടെ അടുത്തേക്ക് അയച്ചു. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഇന്ന് ഈ പള്ളിയിലാണ് ആരാധനയ്ക്ക് വരുന്നതെന്ന് ഉള്ള ഒരറിവ് ആ വികാരിക്ക് കൊടുത്തു. ആ വികാരിക്ക് വളരെ പരിഭ്രമമായിപ്പോയി. സാധാരണയായി അങ്ങനെ ഒരു അനുഭവം കേട്ടാൽ നമ്മുടെയൊക്കെ പള്ളിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം സ്വാഗതം അല്ലെങ്കിൽ എത്ര വലിയ സന്തോഷവും ഒരുക്കങ്ങളും നമ്മുടെ പള്ളികളിലൊക്കെ നടത്തത്തില്ലേ? വേണ്ട, ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നുണ്ടെങ്കിൽ തന്നെ, ഒരു സാധാരണ മന്ത്രി വരുന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പള്ളി അങ്കണങ്ങൾക്കെല്ലാം വളരെയധികം അതിൻ്റെ ഒരുക്കക്കൂട്ടങ്ങളൊക്കെ നടത്തും. അത് ഹൃദയാംഗമായി നമ്മളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. എന്നാൽ ഈ പള്ളിയിലെ വികാരിയെ സംബന്ധിച്ചിടത്തോളം ആ വികാരി ആ എഴുത്ത് റൂസ്വെൽറ്റ് പ്രസിഡന്റിൻ്റെ ആ കത്ത് വായിച്ചിട്ട് ഭൃത്യനോട് അല്പം നേരം നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചില മിനിറ്റുകൾക്ക് ശേഷം ആ പുരോഹിതൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് കൊടുത്തയച്ച ആ കത്തിൻ്റെ മറുപുറത്ത് ചില വരികൾ എഴുതി. ദയവ് ചെയ്ത് ബഹുമാന്യനായ റൂസ്വെൽറ്റ് പ്രസിഡന്റ്, ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ വരരുത്. അതിനൊരു കാരണം താൻ എഴുതി. ഈ പള്ളിയിൽ താങ്കൾ വരുന്നത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്. എങ്കിലും ഇന്നത്തെ ഞങ്ങളുടെ ആരാധന, ഞങ്ങൾ ഇവിടെ കൂടുന്നതായ ജനങ്ങൾ മുഴുവനും അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്. ഞങ്ങളുടെ മഹത്വവും ഞങ്ങളുടെ സ്തുതിയും പുകഴ്ചയും ശ്രദ്ധയുമെല്ലാം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ മേലിലും സർവശക്തനായ ദൈവത്തിൻ്റെ മേലിലും അർപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷയുടെ ദിവസമാണിന്ന്. അന്ന് പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഞങ്ങളുടെ പള്ളിയിൽ വന്നാൽ ഞങ്ങളുടെ സാധുക്കളായ ഞങ്ങളുടെ ജനങ്ങളുടെ ആ ശ്രദ്ധയും അവരുടെ താല്പര്യവും കാണാനുള്ള മോഹവും സന്തോഷവും ഉല്ലാസവും എല്ലാം പുകഴ്ചയും അത് റൂസ്വെൽറ്റ് പ്രസിഡന്റിന് വേണ്ടി മാറ്റിവെക്കപ്പെടും. ദൈവത്തിന് അത് വലിയ നഷ്ടമാണ്. നോക്കൂ, എത്ര അർത്ഥവത്തായ ഒരു സംഭവമാണ്. അത് കെട്ടിച്ചമച്ചതായ ഒരു കഥയല്ല, ഒരു പുസ്തകത്തിൽ നിന്നും ഞാൻ വായിച്ച ഭാഗമാണ്. ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന പൂർണ്ണ അർപ്പണമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം. 96-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. അതിനുശേഷം ദാവീദ് പറയുകയാണ്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയ്ക്ക് പാടുവീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ശ്രേഷ്ഠർക്കും രാജാക്കന്മാർക്കും ദാവീദ് എഴുതുമ്പോൾ അത് ദാവീദ് ഇസ്രായേലിന്റെ രാജാവാണ്. ഞാൻ രാജാവാണെങ്കിലും നിങ്ങൾ എന്നെ നോക്കി നിങ്ങൾ ഒരു പുകഴ്ചയുടെ വാക്കുകൾ പോലും യഹോവയുടെ ആലയത്തിൽ പറയുവാൻ പാടില്ല. നമ്മുടെ നാവിൻ്റെ സ്തുതികൾ മുഴുവനും യഹോവയ്ക്കുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. such a beautiful verse. ദാവീദ് പറയുന്നതായ ഒരു കാര്യം, ഒരു പുതിയ പാട്ട് പാടി. അതെന്തിനാണ് ഈ പുതിയ പാട്ട്? നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പുതിയ പാട്ട് പാടാറില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയ നാൾ മുതൽ പാട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നർത്ഥം. നമ്മൾ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പുതുക്കങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുതുക്കമുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചോരാത്ത വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ?
2 നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ചോരാത്ത വീടുകൾ കഴിഞ്ഞു, ഓടിട്ട വീട് തന്നു, വാർത്ത കെട്ടിടങ്ങൾ തന്നു, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ തന്നു, ബംഗ്ലോകൾ തന്നു, വലിയ വലിയ പ്രോപ്പർട്ടി തന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രാർത്ഥന അതുതന്നെയാണ്. ഒരു കാലത്ത് നമ്മൾ കാൽനടയായി പോകുമ്പോൾ ഒരു സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം സൈക്കിൾ തന്നു. അതിനുശേഷം നമ്മൾ മോട്ടോർ സൈക്കിൾ ചോദിച്ചു. ദൈവം മോട്ടോർ സൈക്കിൾ തന്നു. അതിനുശേഷം നമ്മൾ കാറ് ചോദിച്ചു. ദൈവം കാറ് തന്നു. പിന്നെ നമ്മൾക്ക് വലിയ കാറ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദൈവം വലിയ കാറുകൾ തന്നു, വലിയ വീടുകൾ തന്നു, വലിയ സൗകര്യങ്ങൾ തന്നു. ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ പുതുമയുള്ള ആവശ്യങ്ങളാണ്. ഇന്നലത്തെ ആവശ്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല. നമ്മൾക്കിന്ന് നമ്മുടെ ആവശ്യങ്ങൾ പുതുതാണ്, നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ്. ഇന്നത്തെ ആവശ്യമല്ല നമുക്ക് നാളെയുള്ളത്. പക്ഷെങ്കിൽ നാം ദൈവത്തിന് കൊടുക്കുന്ന പുകഴ്ച അന്നും ഇന്നും ഒരുപോലെ. ദാവീദ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു പുതിയ പാട്ട് ഉയരട്ടെ, ഒരു പുതിയ പ്രാർത്ഥന, പുതിയ ഒരു ആവേശം, ഒരു പുതിയ സന്തോഷം. ഇന്നലത്തെ പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾ ഹൃദയസ്ഥമായി അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. മിനിഞ്ഞാന്നത്തെ പ്രാർത്ഥനകൾ മുഴുവനും പാട്ടുകളും പ്രാർത്ഥനകളും നിങ്ങൾ മനഃപ്പാടമാക്കിയ പ്രാർത്ഥനകളും പാട്ടുകളുമാണ്. എന്നാൽ ഇന്ന് മനഃപ്പാടമല്ലാത്തതായ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായ, അതാണ് 40-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. നാം ഉണ്ടാക്കിയ പാട്ടല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന്മേൽ ഒരു പുതിയ പാട്ടിനെ തന്നു, ഒരു പുതിയ പ്രാർത്ഥനയെ തന്നു. ആ പ്രാർത്ഥന മുമ്പെങ്ങും നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ്. നമുക്ക് അറിഞ്ഞുകൂടാവുന്നതാണെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും. നമ്മൾ മനഃപ്പാടം പഠിച്ചതായ അനേക വാക്കുകൾ കൊണ്ട് ദൈവ സന്നിധിയെ പ്രലോഭിപ്പിക്കുവാൻ നമ്മൾ മുതിരുന്നതായ ചില പ്രയത്നങ്ങളായിരിക്കും. എന്നാൽ ദാവീദ് പറയുന്നത് അങ്ങനെയല്ല. നീ ദിവസം തോറും നിനക്ക് പുതിയ കൃപ വേണം, പുതിയ സൗഖ്യം വേണം, പുതിയ ആവശ്യങ്ങളുണ്ട്, പുതിയ സന്തോഷം വേണം, പുതിയ ജോലി വേണം, പുതിയ വരുമാനം വേണം, പുതിയ ആദായം വേണം, പുതിയ കൃപകൾ വേണം. ആത്മീയ ജീവിതത്തിൽ തന്നെയും നിനക്ക് പുതുമയുള്ള പല കാര്യങ്ങളും നീ ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നു. ദൈവത്തിൽ നിന്ന് ദിവസം തോറും പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് പുതിയതായിരിക്കണം എന്ന് ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ദാവീദ് പറയുന്നത്, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. ആർക്കാണ് പുതിയ പാട്ടുകൾ പാടുവാൻ സാധിക്കുന്നത്? ജയം കൊള്ളുന്നവർക്ക് മാത്രം. ഇന്നലത്തെ ജീവിതത്തിൽ നിന്ന് ഇന്നലത്തെ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിച്ചു, കേട്ടു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന, പ്രത്യാശിക്കുന്ന, അല്ലെങ്കിൽ അടിയുറച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾക്ക് മാത്രമേ ഇന്ന് പുതിയ പാട്ടുകൾ ചമച്ച് പാടുവാൻ കഴിയുള്ളൂ. അവരുടെ നാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ പാട്ട് നൽകും, ഒരു പുതിയ വാക്ക്, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ ശക്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ദൈവത്തിന് കഴിച്ചിട്ടുള്ളതായ യാഗങ്ങളെക്കാൾ വ്യത്യസ്തമായി, കാരണം നിന്റെ ജീവിതത്തിലും ദൈവം ചെയ്തിട്ടുള്ളത് പുതുമയുള്ള കാര്യങ്ങളാണ്. ഇന്നലത്തെ മനുഷ്യനല്ല നീ ഇന്ന്, കഴിഞ്ഞ വർഷത്തെ മനുഷ്യനല്ല നീ ഇന്ന്. കഴിഞ്ഞ വർഷം നിന്റെ കുഞ്ഞുങ്ങളായിരുന്ന സ്ഥാനത്തല്ല ഈ വർഷമുള്ളത്. കഴിഞ്ഞ വർഷം നീ പഠിച്ച കാര്യങ്ങളല്ല ഈ വർഷം പഠിക്കുന്നത്. നിനക്ക് ഒരിക്കൽ പോലും എത്തിപ്പിടിക്കുവാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നിയതായ പല സന്ദർഭങ്ങളും, നിന്നെ ചാടിക്കടുക്കുമാറാക്കിയ അനേകം അതിരുകൾ നിന്റെ മുൻപിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയായി കടന്നു വന്നപ്പോൾ അതിന്മേൽ ചാടിക്കടക്കുവാൻ കൃപ തന്നതായ ഒരു ദൈവത്തെ പുതിയ പാട്ടുകൾ കൊണ്ടും പുതിയ സന്തോഷം കൊണ്ടും നീ പാടി സ്തുതിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ പ്രാർത്ഥനകളുണ്ട്, കാണാതെ പഠിച്ചതായ പ്രാർത്ഥനകളുണ്ട്, ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വഴിപാട് കഴിക്കുന്നത് പോലെയുള്ളതായ കൃപാൻ പ്രാർത്ഥനകളുണ്ട്. തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കൃപാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളോടുള്ളതായ ചുമതലകൾ ഒരു കൃപാൻ മാത്രമായി നമ്മൾ അവശേഷിപ്പിക്കുന്നത് പാരമ്പര്യമാണ്, അത് നടപ്പാണ്.
നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നാം വളർന്നു വന്നതായ സാഹചര്യങ്ങളിലൊക്കെ അനേക കുർബാനുകളുണ്ട്, അനേക പാരമ്പര്യങ്ങളുണ്ട്, അനേക മനഃപ്പാഠങ്ങളുണ്ട്, അനേകം അച്ചടിക്കപ്പെട്ടതായ പ്രാർത്ഥനകളും പാട്ടുകളും ആരാധനാ രീതികളുമുണ്ട്. ദൈവം നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്, നിന്റെ ജീവിതത്തിൽ പുതുമ നീ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിലും ആരാധനയിലും പുതുമയുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആരാധനക്രമം തുടങ്ങണമെന്നല്ല അതിൻ്റെ അർത്ഥം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പുതുതായി കാഴ്ചവെച്ചു, ഒരു പുതിയ സന്തോഷം നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ളതായ ഒരു നിശ്ചയം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്നത്തെ ആരാധനയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങളൊരു പുതിയ പാട്ട് പാടി നോക്കുവേ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ആരാധനയിൽ ഒരു പുതിയ സന്തോഷം നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്കുവേ. നിങ്ങളുടെ മുഖത്തെ നോക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാതിരുന്നത് പോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കാണാതിരുന്നത് പോലെയുള്ളതായ ഒരു പ്രസന്നത നിങ്ങളുടെ മുഖത്ത് അത് വിളങ്ങുന്നതിനിടയായിത്തീരും. മറ്റുള്ളവർ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? നിന്റെ നാവുകൾ കൊണ്ട് പറയാൻ ഒക്കാത്തതായ, നിന്റെ നാവുകൾ കൊണ്ട് ചലിപ്പിച്ചാൽ ശബ്ദമില്ലാത്തതായ ഒരാത്മീക സന്തോഷം നിന്റെ മുഖത്ത് നിന്ന് പ്രസരിച്ച് മറ്റുള്ളവർക്ക് കണ്ട് അത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനിടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു, മറ്റുള്ളവർ അത് കേട്ടപ്പോൾ അവർ ദൈവത്തെ ഭയപ്പെട്ടു. ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്നും പുതുമയുള്ള ആരാധനയും പുതുമയുള്ള പാട്ടുകളും പുതിയ സന്തോഷവും പുതിയ ആരാധനയും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, അത് ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ അടുത്തിരിക്കുന്നവർക്ക് ഒരു ഭയമുണ്ടാകും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അനേക അടയാളങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയാം, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. പഴയ ഭാഷ എന്ന് പറഞ്ഞാൽ പഴയ അന്യഭാഷയിൽ നിന്ന് ഒരു പുതിയ അന്യഭാഷ കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഒരുപാട് തൊങ്ങലും പൊടിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്യഭാഷയെ കുറിച്ചല്ല പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ഭാഷാപരമായിട്ട് വ്യത്യാസമുണ്ടാകും. യുവർ അട്ടറൻസ് വിൽ ബി ചേഞ്ച്. കഴിഞ്ഞ ദിവസം നീ ചിന്തിച്ചതുപോലെയും സംസാരിച്ചതുപോലെയും അല്ലാതെ നിന്നിൽ ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു വർഷം കൂടെ പ്രായമായി ദൈവത്തോട് അടുത്ത് ചെന്ന് അനുഭവങ്ങളുണ്ട്. അനേക അനുഭവങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുവാനുണ്ട്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അനുഭവവും സന്തോഷവും മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്തതായ ഒരു സ്നേഹ പ്രകടനം ദൈവത്തിന് വേണ്ടി തിരുമുൽ കാഴ്ചയായി നീ അർപ്പിക്കുന്നതിനിടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ കടന്നുകൂടുന്നതായ പ്രാമുഖ്യത ആരംഭത്തിൽ പറഞ്ഞതായ അനുഭവം പോലെ നോക്കൂ. ഒരു അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു ആരാധന നടത്തുന്നതായ ഒരു പുരോഹിതന് അല്ലെങ്കിൽ ഒരു നാമധേയ കൂട്ടായ്മയ്ക്ക് ആരാധനയെക്കുറിച്ച് ഒരു പുരോഹിതന് അത്രമാത്രം ഒരു വെളിപ്പാടുണ്ടായി ആ അമേരിക്കൻ പ്രസിഡന്റിനോട് അങ്ങനെ ഒരു മറുപടി കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ പ്രകാശനം ലഭിച്ച് ആത്മീയ സന്തോഷം പ്രാപിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ ദൈവം നിന്നെ പിടിച്ചുകൊണ്ടുവന്ന് രാജകൊട്ടാരത്തിലും രാജസിംഹാസനത്തിലും ഇരുത്തി കൊട്ടാരം നിന്റെ പേരിൽ തീരെഴുതി തന്ന് ഒരു തുണ്ട് ഭൂമി പോലും ഒരു ഞുള്ളു ഭൂമി പോലും അടക്കം ചെയ്യുവാൻ പോലും 6 അടി മണ്ണിന് അവകാശമില്ലാതിരുന്ന നിന്നെ ആ ഭൂമിയിൽ ദൈവം നിനക്ക് ചില അവകാശങ്ങൾ തന്നു. നിന്റേതെന്ന് പറയുവാൻ നിനക്ക് ചിലതെല്ലാം ഇന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായിരുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ഓർക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ താണവരെ ഉയർത്തുന്നു, ഉയർന്നവരെ താഴ്ത്തുന്നു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവരെ ദൈവത്തിന്റെ ദൂതന്മാർ പുതിയ ഗാനങ്ങൾ നിന്നിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്റെ നാവിൽ നിന്ന് ഉതിരുന്നതായ പുതിയ പുകഴ്ചകൾ, ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വങ്ങൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാൻ നിന്റെ ആരാധനയുടെ മധ്യത്തിൽ ദൂതന്മാർ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും ഞാൻ അവരുടെ മധ്യത്തിൽ വന്ന്. ദൈവം കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം പാടിയ പാട്ട് കേൾക്കാനല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതായ പുകഴ്ച കേൾക്കാനല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം കേൾക്കാനല്ല. ഇല്ല, നിനക്ക് അല്പം കൂടെ ദൈവം നിനക്ക് നൽകി തന്നു. ഒരു പുതിയ സന്തോഷത്തിലേക്ക്, പുതിയ ആരോഗ്യത്തിലേക്ക്, പുതിയ സൗഖ്യത്തിലേക്ക്,
അനേക ദിവസങ്ങളായി നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നിലവിളിച്ചും കൊണ്ടിരുന്നതായ അനേക വിഷയങ്ങളുടെ നടത്തിപ്പിന് ദൈവം നിന്റെ മുൻപിൽ ഒരുക്കിയതായ വഴികളുടെ, അത്ഭുതകരമായ വഴികളുടെ ആ നടത്തിപ്പുകളെ ഓർക്കുമ്പോൾ നീ ഹൃദയം തുറന്ന് ദൈവത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം കാണുവാൻ കർത്താവ് നിന്റെ നടുവിൽ വരുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ ആരാധനയിൽ പുതുമ, നമ്മുടെ വാക്കുകളിൽ പുതുമ, സ്വർഗീയ സന്തോഷത്തിൽ പുതുമ, നമ്മുടെ സംസാരത്തിൽ പുതുമ, നമ്മുടെ ഇടപാടുകളിൽ പുതുമ, ദൈവവുമായിട്ടുള്ള സകല കാര്യങ്ങളിലും നമുക്ക് പുതുക്കമുള്ളവരായി തീരുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ നാവിൽ ആരാധനയ്ക്കായി ചില പാട്ടുകൾ നിന്റെ നാവിൽ തരും. അവൻ എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു. ആ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. അതിനെല്ലാം ക്രോഡീകരിച്ച് നോക്കുമ്പോൾ പുകഴ്ചയും മാനവും മഹത്വവും ഒക്കെയും മറ്റു മനുഷ്യർക്കല്ല, ഒരു പ്രസിഡന്റിനുമല്ല, ഒരു രാജാക്കന്മാർക്കല്ല, ഒരു മഹത്വമുള്ളവർക്കല്ല, മനുഷ്യർക്കാർക്കുമല്ല, യഹോവയ്ക്ക് മാത്രം, ദൈവത്തിന് മാത്രം. നിന്നെ നടത്തിയവന്, നിന്നെ വിളിച്ചവന്. അങ്ങനെ നിന്റെ കുടുംബത്തിൽ പുതിയ ഗാനങ്ങളും പുതിയ പാട്ടുകളും ഉയരുമ്പോൾ ഒരു പുതിയ സന്തോഷം നിന്റെ ഭവനത്തിലേക്ക് വരികയായി. അവിടെയാണ് അല്ലെങ്കിൽ നീതിമാന്മാർ വസിക്കുന്നത് എന്ന സ്വർഗം സന്തോഷിച്ചുകൊണ്ട് ദൂതന്മാർ ഏറ്റുപാടുന്നതായ സന്ദർഭം. God bless you.